ഉത്തർപ്രദേശിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് എൻഡിഎ സഖ്യത്തിൽ നിന്നും രണ്ടു പാർട്ടികൾ സഖ്യം വിടുന്നതായി സൂചന നൽകി. ഒരു പാർട്ടി കോൺഗ്രസുമായും മറ്റേത് തൃണമൂൽ കോൺഗ്രസുമായും ചേർന്നേക്കുമെന്നാണ് സൂചന. സഖ്യകക്ഷികളെ തീരെ പരിഗണിക്കാത്ത ബിജെപിയുടെ നിലപാടുമായി യോജിച്ചു പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാണ് അപ്നാദളും എസ്പിയും പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ചകൾ നടത്തിയത്. അപ്നാദൾ നേതാക്കൾ കോൺഗ്രസുമായി ചർച്ചകൾ നടത്തി. OBC വിഭാഗത്തിൽ ശക്തമായ സ്വാധീനമുള്ള പാർട്ടിയാണ് അപ്നാദൾ. കിഴക്കൻ യുപിയിൽ അപ്നാദളിന് ശക്തമായ വോട്ട് ബാങ്കുണ്ട്. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെ കക്ഷിയായ മഹാൻദൾ കോൺഗ്രസിൽ ലയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് 2 എംപിമാരുള്ള അപ്നാദൾ കോൺഗ്രസുമായി സഖ്യം ചേർന്നേക്കുമെന്നുള്ള സൂചന നൽകിയത്. അപ്നാദൾ നേതാവും കേന്ദ്രമന്ത്രിയുമായ അനുപ്രിയ പട്ടേൽ, പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് ആശിഷ് പട്ടേൽ എന്നിവരാണ് കോൺഗ്രസുമായി ചർച്ച നടത്തിയത്. BJP നേതൃത്വവുമായി ഉടക്കിലാണ് അപ്നാദൾ. തങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ BJP നേതൃത്വം തയ്യാറാവാത്തത് കൊണ്ടാണ് അപ്നാദൾ നേതാക്കൾ കോൺഗ്രസുമായി ചർച്ച നടത്തിയത്. കേന്ദ്ര സർക്കാർ അംഗമായിട്ട് പോലും ഒരു സർക്കാർ പരിപാടികളിലും പങ്കെടുപ്പിക്കുന്നില്ല എന്നും UP സർക്കാരിന്റെ ചടങ്ങുകളിൽ നിന്ന് അപ്നാദളിനെ അകറ്റി നിർത്തുകയാണ് എന്നും BJPയുടെ സഖ്യകക്ഷികളോടുള്ള ഈ നിലപാടുമായി യോജിച്ചു പോകാൻ സാധിക്കില്ല എന്നുമാണ് അപ്നാദൾ പറയുന്നത്. BJPയുമായുള്ള സഖ്യം വിടുകയാണ് എന്ന് SBSP പാർട്ടി നേതാവും UP മന്ത്രിയുമായ ഓം പ്രകാശ് രാജ്ഭറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.